നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹാരി സമുദായത്തിന് പട്ടികവർഗ പദവി അല്ലെങ്കിൽ ST പദവി നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം മുൻ സംസ്ഥാന ഉപമുഖ്യമന്ത്രി മുസാഫർ ബേഗിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു പുതുജീവൻ സമ്മാനിച്ചിരിക്കുകയാണ്. പഹാരി വിഭാഗത്തിൽപ്പെടുന്ന ബേഗ് കഴിഞ്ഞയാഴ്ച ജമ്മുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പഹാരികൾക്ക് കേന്ദ്രം ST പദവി അനുവദിച്ചതോടെ BJPയുമായുള്ള പങ്കാളിത്തത്തിൽ ബേഗിന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ദക്ഷിണ കാശ്മീർ പാർലമെന്റ് സീറ്റായ അനന്തനാഗിന്റെ ഭാഗമായ പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിൽ പഹാരികളുടെ കോട്ടയായതുകൊണ്ട് തന്നെ ഇവിടെ ഈ പഹാരികളുടെ പിന്തുണ BJPക്ക് കൂടിയേ തീരൂ. കശ്മീരിലെ ആദ്യ ലോക്സഭാ സീറ്റ് സ്വന്തമാക്കാനുള്ള BJPയുടെ പോരാട്ടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹിന്ദു വോട്ടുകളും അതിനോടൊപ്പം തന്നെ പഹാരി വോട്ടുകളും ഏകോപിപ്പിച്ച് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബാരാമുള്ള സീറ്റിലും പഹാരികളുടെ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. നിലവിലെ ചില പഹാരി നേതാക്കൾ BJPക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്തായാലും മുൻ ഉപമുഖ്യമന്ത്രി ബേഗ് BJPയുടെ പിന്തുണയോടെ ബാരാമുള്ളയിൽ നിന്നോ അനന്തനാഗിൽ നിന്നോ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മുഫ്തി മുഹമ്മദ് സയ്യിദും മെഹബൂബയും പ്രതിനിധീകരിക്കുന്ന അനന്തനാഗിൽ നിന്നും അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് പല പഹാരി നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നിലവിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഉധംപൂർ, ജമ്മു ലോക്സഭാ സീറ്റുകൾ BJPയുടെ കൈവശമാണ് എന്ന് നമുക്കറിയാം. കശ്മീരിലേക്ക് കൂടി കടന്നു കയറുക എന്നതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണ്. ആ പൊതുതെരഞ്ഞെടുപ്പിൽ കശ്മീർ നൽകുന്ന ഫലം എന്തായാലും അത് BJPയെ സംബന്ധിച്ച് വളരെ വലുതായിരിക്കും. അവിടെ നിന്നും ഒരു സീറ്റെങ്കിലും നേടാൻ സാധിച്ചാൽ അത് BJPക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന മൈലേജ് ചെറുതായിരിക്കില്ല. കാരണം ജമ്മു കാശ്മീരിൽ നിന്നും വെളിയിൽ നിന്നും 400 370 സീറ്റുകൾ നേടിക്കോട്ടെ, പക്ഷേ ആ കശ്മീരിൽ നിന്നും ലഭിക്കുന്ന ഒരു സീറ്റ് അത് BJPയെ സംബന്ധിച്ച് പൊന്നും വിലയുള്ളതായിരിക്കും. ആ സീറ്റ് കൂടെ നിർത്താൻ തന്നെ അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പഹാരി സമുദായത്തിനൊപ്പം ഇപ്പോൾ BJP നിൽക്കുന്നത്. നിലവിൽ എന്തായാലും ഇവർക്ക് വലിയ പിന്തുണ BJP നൽകുന്നുണ്ട്. തിരിച്ച് അവരും അതുപോലെ തന്നെ BJPയെ പിന്തുണയ്ക്കുന്നു. കാരണം അവർക്ക് ST പദവി നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്. അങ്ങനെ ഹിന്ദുക്കളെയും പഹാരികളെയും ഒപ്പം നിർത്തിക്കൊണ്ട് കശ്മീരിലേക്ക് കൂടി കടന്നു കയറുക എന്ന തന്ത്രമാണ് BJP ഇപ്പോൾ അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.